അജീഷേ, നീ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും സമയം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അടിച്ച് പൊട്ടിക്കും ഞാൻ. എന്റെ കുണം അറിയാലോ, എന്റെ കുണം അറിയാലോ. പോലീസിനെ വിളിക്കണോ? എന്താടാ നീ പറയുന്നേ? പോലീസിനെ വിളിക്കാനോ? ഞങ്ങളെ പിടിച്ച് അകത്താക്കാനോ? അടിച്ച് ചെവുകല ഒട്ടിക്കുന്നു ഞാൻ പറഞ്ഞ അവന്റെ അടുത്ത് ഇങ്ങനെയുള്ള തൊലിഞ്ഞ പരിപാടി കാണിക്കല്ലെന്ന് പറഞ്ഞ പറ്റോടാ. വണ്ടി ഇവിടെ വരും. ഞാൻ ഇടത്തില്ല, എനിക്ക് വയ്യ. ഒപ്പിടോ. എന്തോ കാണിക്കുന്ന നീ? ഞങ്ങളെ പിടിപ്പിക്കാനുള്ളതാ. എന്തിനാ ഒപ്പിട്ടെന്നറിയോ? കാണിക്കുന്നേ ഞങ്ങളെ പിടിപ്പിക്കാനുള്ള പരിപാടിയാണോ? ഇല്ല ഇല്ല ഇല്ല. പറയുമ്പോ നിരോധ കമ്പനിയിലൂടെ ഒന്ന് പോണം അല്ലേ? ഇടയ്ക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ജിതിൻ ഷാ, അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനാണ്. അജീഷ് എന്റെ ഒരു കൂട്ടുകാരനാണ്, പക്ഷെ കണ്ടിട്ട് ഒരു കുറെ നാളായി. ജിതിൻ ഷാ തന്ന ഒരു പ്രാങ്കാണ് ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത്, ക്യാമറയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇവനെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് ഇവന് എന്നെ മനസ്സിലായെന്ന് വെച്ചാൽ എന്റെ സൗണ്ട് മനസ്സിലായി. ഇവന് ഞാൻ മാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, സൗണ്ട് മനസ്സിലായില്ലെങ്കിലും ഇവനെ പ്രാങ്ക് ചെയ്യുന്നത് അതൊരു സക്സസ് ആവത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇവൻ ചിരിച്ച ഒരു മൈൻഡുള്ള ഒരാളാണ്. അതെ, എപ്പോഴും ചിരിയാ. അപ്പൊ അതുകൊണ്ട് ഇവൻ മുഖേന വേറൊരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുവാണ്. നിങ്ങൾ ആ ഫോൺ സംഭാഷണം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവൻ വന്നിട്ടുള്ള പ്രാങ്ക് ചെയ്തതാണ്. അപ്പൊ ഓക്കെ, ഈ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ പ്രാങ്ക് അല്ലേ? അതെ അതെ. അതായത് നമ്മൾ ട്രാവൽ ഏജൻസി നടത്തുന്നവരാണ്. നമ്മൾ മുഖേന പുള്ളി പുറത്തോട്ട് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരികയാണ്. അവസാനം നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ 2-3 സാധനം കൂടെ ബ്രൗൺ ഷുഗർ നമ്മൾ അവർ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വലിയ ടീമാ. അപ്പൊ എന്തായാലും വീഡിയോ കിടക്കാം. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റിയ ഒരു ഇതാ പുള്ളിക്കാരൻ. കമ്പനിയാടെ പുള്ളിക്ക് അവിടെ 6 കമ്പനിയാണ്ടുണ്ട്. ആ കമ്പനിയിലേക്ക് ഓഫീസിലേക്ക് വേണ്ടിട്ടാ. ചെരുപ്പ് കമ്പനി ഉണ്ടല്ലേ, വുഡ്ലാൻഡോ അങ്ങനെ എന്തോ. ആ ഉണ്ട് കമ്പനി. അവർക്ക് ഇല്ല, കോണ്ടത്തിന്റെ കമ്പനി ഇല്ലേ ശ്രീകോട്ടം പോകുന്നില്ലേ തിരുവനന്തപുരത്ത്, അവിടെ ഇതിന്റെ കമ്പനി ഉണ്ട്, കോണ്ടത്തിന്റെ കമ്പനി. ആ സാലറി ഉണ്ട് കേട്ടോ, 50 രൂപ പുറത്താണ്ട് സാലറി ഉണ്ട്. ഇത് പൈസയൊന്നും വേണ്ട, ഫാക്സ് അയക്കാനായിട്ട് 500 രൂപ ആവത്തോളൂ. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് പുള്ളിക്ക് എറണാകുളത്താണ്ട് പോകാനാ കേട്ടോ. അതിനിപ്പോ പെട്ടെന്ന് പറഞ്ഞ 1/2 മണിക്കൂറിനകത്ത്. ആ ഇതെന്റെ കൂട്ടുകാരനെ. നമുക്ക് തണലുള്ള സ്ഥലത്തോട്ട് അമ്പലം തന്നെ. കാരണം ഊട്ടി തുറക്കാൻ വഴിയുണ്ടോ? അത് നമുക്ക് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടേ ആ ബെൻസ് വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നോക്കാം. രതീഷ് മറ്റേ പറഞ്ഞെന്തോയി? അവൻ തിങ്കളാഴ്ച കയറും, അവന്റെ സാധനം കൊടുത്തു പോകണം. അവിടുന്ന് റിട്ടേൺ ഒരു മിഥുൻ എന്ന് പറഞ്ഞ ചെറുക്കം വരുന്നുണ്ട്. ബാക്കി പൈസ കൊടുക്കാന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ അത് 10 രൂപ കുറച്ച് കൊടുത്താൽ കേട്ടോ. അല്ല, അവൻ ക്ലിയർ അല്ലേ സാർ? ക്യാഷ് ആയിട്ട് കൊടുത്താൽ പോരെ? ബ്ലാക്ക് മണി ഇല്ലേ? അതെ അതെ അതെ. ആ GST ആ ഡൊണേഷൻ ഐ തിങ്കിങ് ഓക്കെ. നേരത്തെ ചെയ്തോണ്ടല്ലോ, ഞാൻ അറിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ സിംഗപ്പൂരിൽ പോകാൻ വേണ്ടി അത് എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് ഓഫീസ്. അത് 2 ലക്ഷം രൂപ അങ്ങനെ. പിന്നെ ഇപ്പൊ മലേഷ്യ കൊണ്ടുപോകാന്ന് പറഞ്ഞു, അതും പോയി. എല്ലാം പറ്റിയ സാർ. അതുകൊണ്ട് ആകെ കടമായി. നമുക്ക് ഇപ്പോഴോട്ട് നോക്കാം അല്ലേ? നമുക്ക് ആ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. ഡൊണേഷൻ നമ്മുടെ ഇതിന്റെ സാറേ, മറ്റേ ഹെയർ ക്രീമിന്റെ അത് ഡൊണേഷൻ ചെയ്യട്ടോ. അത് ചെയ്തരാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആ പ്രിയേ, ഒന്ന് ചെക്ക് ചെയ്തേരെ. ഒരു അമലല്ല് പാസ്പോർട്ട് നമ്പർ ഫോണൊന്ന് കട്ട് ചെയ്തത് കേട്ടോ. ഒന്ന് വെയിറ്റ്. പ്രിയേ, അമലല്ല് നെയിം അടി ആദ്യം. അതെ, അമലല്ല്. പാസ്പോർട്ട് നമ്പർ ഇപ്പം പറയാം, ചെക്ക് ചെയ്തിട്ടെ പെട്ടെന്നാണ്. 70
70518. ആദ്യമേ പോയപ്പോൾ അതെ, സിംഗപ്പൂരിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ പുള്ളി പിന്നെ കൊടുത്തു മൊത്തം പൈസ അത് അങ്ങനെ കൊടുത്തു, ഓൺലൈനിൽ കൊടുത്തു, നേരിട്ട് കൊടുത്തു. മൊത്തം അമ്പത്തരമായി പോയല്ലോ. ടിക്കറ്റ് ഇപ്പൊ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റിന്റെ പൈസ റീഫണ്ട് ചെയ്തു തരും. അതല്ല നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, നമ്മൾ ടിക്കറ്റ് ഓൺ ദ സ്പോട്ടിൽ എടുത്തു തരും. നാളെ പോണെങ്കിൽ ഇന്ന് സാധനം എടുത്തു തരും. നമ്മൾ നേരത്തെ ഓഫീസിൽ സാറ് അറ്റൻഡ് ചെയ്തില്ല. മറ്റേ ഡിപ്രഷൻ ചെയ്യാമോ? ഡിപ്രഷൻ അയച്ചിട്ടേ കേട്ടോ. എനിക്കൊന്ന് മെയിൽ അയച്ചാണ് അതിന്റെ പിന്നെ ഈ ഹിസ്റ്ററി ഒന്ന് മെയിൽ അയച്ചാണേ. ആണോ? ഓക്കെ ഓക്കെ. പുള്ളിക്കാണ് അവിടെ ഇതുള്ള 3 കമ്പനി ഉണ്ട്. അതൊന്ന് പിന്നെ കോണ്ടത്തിന് പറഞ്ഞായിരുന്നു. കോണ്ടത്തിന്റെ പിന്നെ അതുപോലെ തന്നെ ചെരുപ്പിന്റെ പിന്നെ വേറെ കുറെ ബിസിനസ് ഉണ്ട് പുള്ളിക്ക്. നാളെ 20-ാം തീയതി അല്ലേ? 20-ാം തീയതി തന്നെ കയറി പോകണമെന്നില്ല പറഞ്ഞു. 20-ാം തീയതി മറ്റന്നാ പാസ്പോർട്ട് ഇപ്പൊ 6 ഇരിക്കും. മലേഷ്യ കൊണ്ടുപോകാന്ന് പറഞ്ഞ്. നമ്മുടെ പാസ്പോർട്ട് ഇല്ല ഇപ്പൊ? ഇല്ല, പാസ്പോർട്ട് ഇല്ല. അപ്പം അത് വേണമെങ്കിൽ ഇന്ന് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അർജന്റ് ആണെങ്കിൽ മേടിക്കാം. പാസ്പോർട്ടിന്റെ ഇപ്പൊ വെരിഫിക്കേഷന്റെ ഇപ്പം ഞാനിപ്പം അവര് മെയിൽ അയച്ച് അത് ക്ലിയർ റെഡി ആയിക്കോളും. അപ്പൊ അതിനകത്ത് ബാക്കി വേണ്ട സെറ്റ് ചെയ്താൽ മതി. പ്രിയ അവളിപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കും. അല്ല, അവള് ഓഫീസർ കൊണ്ട് സാർ. നമുക്കേ 20-ാം തീയതി തന്നെ പോയാലോ? അപ്പൊ അജീഷ് വില്ലിംഗ് ആണ്. കുഴപ്പമില്ല സാർ, അജീഷ് വില്ലിംഗ് ആണ്. അത്രയും കടവാ. അജീഷ് എന്ന് പറഞ്ഞാൽ അജീഷിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അജീഷ് ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് തന്നെ കാരണം അത്രയും പെട്ടി എമർജൻസി ആയതുകൊണ്ട് നമുക്ക് വിസയ്ക്ക് പൈസ ചെലവില്ലല്ലോ, അവര് തന്നെ എടുത്തു. പിന്നെ നമ്മള് റീഫണ്ട് ചെയ്താൽ മതി. പിന്നെ ജോലി കിട്ടി കഴിഞ്ഞു. 50 രൂപ സ്റ്റാർട്ടിങ് അവർ പറയുന്നത് കേട്ടോ. അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പറയാൻ പറ്റത്തില്ല, നമ്മൾ കയറ്റി വിടുന്നേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ അവരെ ചെയ്യുന്നത്. പിന്നെ ചില നിബന്ധനകളുണ്ട്, അതും കൂടെ പാലിക്കണം. സാറേ അത് പറഞ്ഞായിരുന്നു അജീഷ്? അജീഷ് പറഞ്ഞില്ല. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 2 സാധനം കയറ്റി. 2 സാധനം എന്ന് വെച്ചാല് മനസ്സിലായോ? പൊടിയുണ്ട് ഇവിടെ. അതായത് അവരെന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം. അത് നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ 2 പേർ കയറ്റി തരും. 50 ലക്ഷം 50 ലക്ഷം വെച്ചിട്ട് അതിനകത്ത് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക്, 10 ലക്ഷം രൂപ സാറിനോ. അതിൽ കുറേ ചെയ്തിട്ട് നമുക്ക് തന്നാൽ മതി. നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കയ്യിലായിരിക്കും അവർ ഏൽപ്പിക്കുന്നത്. അജീഷ് പറഞ്ഞ് ഒരാളും ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്, അവനും പോകാൻ നിൽക്കുക. അപ്പോൾ അവനും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ബ്രൗൺ ഷുഗറിനകത്ത് 2 വജ്രമുണ്ട്, പിന്നെ ഒരു വിലപ്പെട്ടൊരു സാധനമുണ്ട്. പിടിച്ചു ഫിംഗർ അതിൽ പിടിക്കണ്ടായ സാറേ. കുഴപ്പമില്ല, ഓൾറെഡി ബില്ലിംഗ് ആണല്ലോ. ഒരു 10 മിനിറ്റിനകത്ത് വരാം. 10 മിനിറ്റ് സാർ അത് അങ്ങനെ എടുക്കേണ്ട. ഫിംഗർ ചെയ്യിപ്പിച്ച് സീനായത് കൊണ്ട് അങ്ങനെയല്ലല്ലോ ചെയ്യിപ്പിച്ചേ. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടില്ലേ ചെയ്യിപ്പിച്ചേ. അത് കുഴപ്പമില്ല. അജീഷിനോട് എന്തായാലും പോകാൻ തയ്യാറാണല്ലോ. ഹലോ, അവനെ വിടണ്ട. അവൻ നമ്മുടെ നിബന്ധനയെ പറ്റിയില്ലെങ്കിൽ അവനെ എന്തിനാ വിടുന്നത്? കയറ്റി ഇങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല. അവനെ 10-20 വർഷം അവിടെ ഇട്ടേരെ. വിടേണ്ട ആവശ്യമേ ഇല്ല. വിടണ്ട ഒരാവശ്യവും. അവൻ കാച്ചിയരല്ലെങ്കിൽ അവനെ എന്താ വേണം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. എന്തുവാ സീൻ? അവിടെ ഒന്നും ഒരു സീനും ഇല്ലേ? അവിടെ സീനില്ല. അവിടുന്ന് അവനെ തീർത്താലും ഒരു വിഷയം നടക്കത്തില്ല. ആ മരുന്നെയൊക്കെ അങ്ങനല്ല കൊണ്ട് നടക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ സൂചന എടുത്ത് അവനെ ഫിംഗറിൽ പൊക്കത്തില്ലേ? അവനെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇമിഗ്രേഷൻ സെക്ഷനിൽ അവനെ പിടിച്ചിട്ട് അവനെ റൂമിൽ കൊണ്ടുപോയി. ഈ സാധനം അവർക്ക് എന്തുവെന്ന് അറിയത്തില്ല. ഈ നാട്ടുമ്പുഴുക്കണക്ക് ഇരിക്കുമല്ലേ, ഈ സാധനം എന്തുവെന്ന് അവർക്ക് അറിയത്തില്ല. ഈ സാധനം അവര് നേരെ ഡയറക്റ്റ് അവനെ കൊണ്ടുപോയപ്പോഴത്തേനും പറഞ്ഞ ഒരാൾ തന്നുവിട്ടേന്ന് പറഞ്ഞു. അത് പോക്കൃത്തരല്ലേ കാണിച്ചത്. അവനെ ഇപ്പൊ അവിടെ എയർപോർട്ടിൽ ഇറക്കും. അവനെ അവിടെ ഇവിടെ സിക്കോണി കൊണ്ടുപോകാൻ പറഞ്ഞു. അത് വിനോദ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നേരെ അവിടെ കൊണ്ട് ചെല്ലുക. അവൻ ജയിലിൽ പോയാലും നമുക്ക് 20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇറക്കാൻ പറ്റും. എന്തിനാ ജയിലിൽ വിടുന്ന ഇനി? അവനെ നാട്ടിൽ കയറ്റി വിടേണ്ട ആവശ്യമില്ല. നാട്ടിൽ വിടേണ്ട അവനെ ഇങ്ങോട്ട് വിടേ വേണ്ട.
അവനെ എത്രമാത്രം ചെയ്യാൻ പറ്റും അത്ര പേടിച്ചിരിക്കുക. അത് വിഷയമല്ല കേട്ടോ, അത് പോകൃത്തരം കാണിച്ചത്. അങ്ങനെ അറിയാൻ പറ്റാത്ത ആൾക്കാരെ അതിനൊരുമാതിരി മറ്റേ അണ്ടിക്കുറപ്പില്ലാത്തവണ് കുറപ്പില്ലാതെ പറഞ്ഞോ. അവനെ പൈസ മേടിച്ച് അവൻ എത്ര രൂപ സാമാനം പൈസ മേടിച്ച് 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപയോ? പിന്നെ അവന്റെ ചെലവോ 32 ലക്ഷം രൂപയോളം ചെലവായ സാമാനം കൊണ്ടുപോയിട്ട് പന്നപ്പരുവാണ്. ഇതിപ്പോ നമുക്കിപ്പോ ആ സാധനം നമ്മുടെ ഇല്ല, എമിഗ്രേഷൻ സെക്ഷനിൽ വെച്ചേക്കുവാ സാധനം. ഇനി അവിടെ കൊടുക്കുന്ന 50 ലക്ഷം രൂപ എമിഗ്രേഷൻ എറിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന 7 ലക്ഷം രൂപ നമുക്ക് കൈ വരുത്തുള്ളൂ. ഇനി അതിന്റെ ബാക്കി ഇവന്മാർക്കൊക്കെ ഇതൊക്കെ എന്തെങ്കിലും അറിയണോ? ഗ്രാമിന് വ്യത്യാസം വരും. അതറിയത്തില്ല. അത് നമ്മൾ ആ ഗ്രാം കുറച്ചിട്ട് തൂക്കം കുറച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് കമ്മീഷൻ കിട്ടുന്നു. പേടിക്കൊന്നുമില്ല, ഒന്നും പേടിക്കാനില്ല. അജീഷ് ആദ്യം പേടിയുണ്ടാവും. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അജീഷിന് ഓക്കെ. അജീഷ് ഒരു കാരണവശാലും നിങ്ങൾ പിടിക്കപ്പെടത്തില്ല. നമ്മൾ അതിന് ഒരു പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 40 ദിവസത്തോടെ ജയിലിൽ കിടക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഞങ്ങൾ ചുമ്മാ അല്ല 30, 40, 50 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുന്നത്. 40 ദിവസം നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ, ഞാൻ 28 ദിവസം കിടന്നവനാ. ഞാൻ സൗദി ജയിലിൽ 28 ദിവസം കിടന്നിട്ടുണ്ട്. ഈ 28 ദിവസം കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരിതം അനുഭവിച്ചത്. അത് അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിച്ചാലും ലക്ഷങ്ങൾ പൈസ കൈ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും. എത്ര നാട് ജോലി ചെയ്ത നിങ്ങൾ 50 ലക്ഷം രൂപ ഒപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ ആയുഷ്കാലം മൊത്തം കഷ്ടപ്പെട്ടുണ്ടാവത്തില്ല. ആദ്യം നാണ്ട അഡ്വാൻസ് ചെക്ക്. അജീഷ് നമ്മൾ പറയുമ്പോൾ വിശ്വാസമില്ല. ഞാനതിന് വരത്തില്ല, ശരിയാവത്തില്ല. ഇത് ഈ ചെക്ക് കൊടുത്തിട്ട് ഒന്നേ അഡ്വാൻസ് ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുത്തിട്ട് പിന്നെ 50 ലക്ഷം. എന്റെ ദൈവമേ, 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് 50 ലക്ഷം ഒരു കയ്യിൽ തരത്തില്ല. അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് 100% ഉറപ്പാ. അജീഷ് കാരണം ഈ സാധനം നമ്മുടെ വന്നിട്ട് ഒരാഴ്ചയായി നമ്മൾ ആൾക്കാരെ തേടിക്കൊണ്ടിരിക്കുക. 13 പേര് വന്നിട്ട് സത്യസന്ധമായിട്ട് പറയാൻ ഒന്നും പേടിപ്പിക്കാൻ പറയുമല്ല, എങ്കിലും പറയാം. 16 പേരെ കയറ്റിവിട്ട് 16 പേരെ കയറ്റിവിട്ടിട്ട് ജിതിൻഷയുടെ മുഖേന 16 പേരെ കയറ്റിവിട്ട് ഈ 16 പേരും അതിൽ 10 പേരെ പിടിച്ചു. 6 പേര് രക്ഷപ്പെട്ടു. 10 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുക. 2 പേരെ വെടിവെച്ചു. ഇനി ഒരു പിന്നെ അവിടുത്തെ പോലീസ് തന്നെ 12 ദിവസം ചാവണ്ട. നമ്മള് അത് അങ്ങനെ ചെയ്തവരാണ്. ഇവർക്ക് കൈവത്തം പറ്റിയതാ. 12 ഈ എന്തോ 12 ദിവസം കൂടെ കഴിയണം അവരെ ഇറക്കാൻ പറ്റുന്നത്. സാറേ ഞങ്ങളെ പിടിക്കുകയാണെങ്കിൽ 40 ദിവസം നമ്മുടെ ഗ്യാരണ്ടി 40 ദിവസം ജയിലിൽ കിടക്കേണ്ടി എഗ്രിമെന്റ്. ആ ലാസ്റ്റിലെ എഗ്രിമെന്റ് അജീഷിന് അറിയാലോ. ഈ സംഭവം നേരത്തെ കാണിച്ചാണ്. ഇതെല്ലാം വക്കീലിന്റെ സംഭവങ്ങളാണ്. അവിടുന്ന് വന്ന വക്കീൽ നോട്ടീസാ ഇതെല്ലാം. ഞങ്ങളെ പിടിച്ച് ഇറക്കാനാണെങ്കിൽ ഇറക്കാനാണ് നമ്മുടെ പിടിക്കുന്നുള്ള പേടിയോടെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. പിടിക്കത്തൊന്നുമില്ല അങ്ങനൊന്നും. പിന്നെ ഇത് നിങ്ങൾക്ക് ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ആയിരുന്നു. ഈ ഇൻഷുറൻസ് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടുകാർക്ക് 20 ലക്ഷം രൂപ, നമ്മുടെ 50 ലക്ഷം കൂടാതെ 1 കോടി രൂപയോളം എങ്ങനെയായാലും നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് പോയിട്ട് പിടിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്തുമായാലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വീണ്ടും നിങ്ങൾ പോകാം. നിങ്ങൾക്ക് എങ്ങനെയായാലും 10 ദിവസം കൂടുമ്പോൾ നാട്ടിൽ വരാം. ഒരു ട്രിപ്പിനാണ് ഇത്രയും പൈസ. ഒരു മാസത്തിൽ ഒരു 3 ട്രിപ്പോ 2 ട്രിപ്പോ നിങ്ങൾ പോയിട്ട് വന്നാൽ നിങ്ങൾ നാളെ നിങ്ങളെ സ്ഥലം ഇവിടെ ബെഞ്ചാമ്പിലെ കോടീശ്വരനാവും. അതുമല്ല ജോലിയുണ്ട്. ആ സംഭവം നിൽക്കണമെങ്കിൽ ജോലിയുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇത്രയും പൈസ വരുമ്പോൾ നിങ്ങളെ സ്വയമായിട്ട് നിൽക്കൂല്ല. ഞങ്ങള് ഞാൻ പറയുന്നത് 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ സാധനം അവിടെ കൊണ്ട് ആദ്യം 1 ലക്ഷം രൂപ അഡ്വാൻസ് തരും. ബാക്കി 49 ലക്ഷം രൂപ ഈ സാധനം അവിടെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് എത്തിക്കുക. 49 ലക്ഷം രൂപ ഒന്ന് വീട്ടിലെത്തിക്കും. വീട്ടിലെങ്ങനെ അറിഞ്ഞ പ്രശ്നമാണ്. വീട്ടിലറിയിക്കണ്ട, വീട്ടിൽ അറിയിക്കാതെ പോയ പോരെ. ഒരു തീരുമാനം കറക്റ്റ് നമുക്ക് പോലീസ് വരുന്നു. വീട്ടിലറിയിച്ചിട്ടാണോ എല്ലാ കാര്യത്തിനും നമ്മൾ പോകുന്നത്. ഒരു മാസം കിടന്നാലും പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കാവോ? അജീഷിന് ഉറപ്പാണോ ഞങ്ങളുടെ കൂടെ നിൽക്കാവോ? നമ്മൾ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കി തരും. ധൈര്യമായിട്ട് നിൽക്കും. ഞാൻ വലിയ കൂടെ. ദൈവമേ, നിങ്ങൾ എങ്ങനെ പോകണം, എവിടെ വെച്ച് പോകണം എന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് പ്ലാനിങ് തരും. 20,000 രൂപ ശമ്പളമായാലും മതി. നമുക്കിപ്പം നമ്മുടെ മെയിൻ ഇതാ, നമ്മുടെ ബോസ് ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മെയിൻ സാർ. സാറേ ഞങ്ങള് 20-ാം തീയതി രണ്ടുപേരും കൂടെ പോകാനായിരുന്നെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു തരും. നിങ്ങൾ പെട്ടി നോക്കി വന്നാൽ മതി. പക്ഷെ നിങ്ങൾ ലീക്കാക്കി ഞങ്ങൾ കാണിച്ചു.
അത് 100% ഉറപ്പാണ്. ഞങ്ങളുടെ കാര്യം ഒറ്റ കുഞ്ഞുങ്ങളടുത്ത് പറയരുത്. ഇത് പിടിക്കപ്പെട്ട നിങ്ങൾ പോലും ലീക്ക് പറയരുത്. ആക്കുവോ? പക്ഷെ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം. അതാണ് അത് നിങ്ങൾ തെറ്റ് കാണിച്ച് പിടിക്കുമെന്ന് നിങ്ങൾ ജീവനോടെ നാട്ടിൽ വരത്തില്ല. അത് ഉറപ്പുള്ള കാര്യം. റിസ്ക് ഉള്ള പരിപാടിയാ. ഈ റിസ്ക് ഏറ്റെടുത്താൽ കുടുംബം രക്ഷപ്പെടും, ജീവിതം രക്ഷപ്പെടും. വിറയ്ക്കുന്നേ അങ്ങനെ പേടിയോടൊന്നും ഇതിനെ സമീപിച്ചൊന്നും പറ്റത്തില്ല. അതൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഒറ്റ നിങ്ങൾ നാളെ ഒരു സമയത്ത് വേറൊരാൾക്കടുത്ത് പറയുമെന്ന് ഞങ്ങൾക്ക് എന്ത് പറയത്തില്ല. അത് മാത്രമല്ല സാറേ, ഫിംഗർ പ്രിന്റ് ആയിട്ടുണ്ട്. ഞാൻ അറിയാതെ അത് ചെയ്യുകയും ചെയ്യും. ഇന്ന് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂർ സാധനം എത്തിക്കാൻ പറ്റുമോ? രാത്രി എന്റെ അച്ഛനൊക്കെ അറിഞ്ഞാൽ പിന്നെ പ്രശ്നം. നമ്മളിപ്പോ അച്ഛനെ അറിഞ്ഞു. അതല്ല, ഒരു കാര്യം ചെയ്യും, ബാംഗ്ലൂർ കയറ്റിവിടാം. നിങ്ങൾ ബാംഗ്ലൂർ കയറ്റി വിടുമ്പോൾ വെച്ച് ധൈര്യം വരും. അവിടെ ചെല്ലും, അവിടെ ടീമുണ്ട്. അവിടെ കുത്തും കൊലയായിട്ട് നടക്കുന്നതൊക്കെ ആണെങ്കിലും അവന്മാർക്ക് ചങ്കെന്ന് പറഞ്ഞാൽ ചങ്ക ഉറച്ചു കൊടുക്കുന്ന കാര്യം ചെയ്യും. ഞാനേ ഇവർക്ക് അജീഷ് എന്തോ പറയുന്നത് അജീഷ് ഇവിടെ വന്നപ്പോ തൊട്ട് വെപ്രാളം കാണിച്ചാണെങ്കിൽ ഡോർ തുറന്ന് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കാച്ചു എന്ന് പറഞ്ഞാൽ നമ്മള് കാച്ചിരിക്കും. അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാന്നേ, നീ കൂടെ പിന്നെ മൈൻഡ് ഡൗൺ ആക്കാതിരി. വെറുതെ മൈൻഡ് ഡൗൺ ആക്കി മേടിച്ചില്ല അതിന്റെ അടിക്കാതെ ടെൻഷൻ ആകുമ്പോഴേ. നിങ്ങളിപ്പം അജീഷ് പറഞ്ഞതിന്റെ പേര് നമുക്ക് ഉറപ്പായിട്ടിരുന്നതാ. അവരും കൂടെ വരുമ്പോ അജീഷ് പോവാന്ന് പറഞ്ഞു. ഒരാൾ പോകണമെങ്കിൽ എളുപ്പമാന്ന് പറഞ്ഞു. 3 പേര് വേണ്ട, 2 പേര് 3 പേര് പോയാൽ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്. 3 പേര് 2 പേരുണ്ടാകും 50-50. പക്ഷെ ഒരാൾ ഇത് എടുക്കുവാണെങ്കിൽ 1 കോടി രൂപ കയറ്റും. അത് വേറെ കാര്യം. ഒരാൾ റിസ്ക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രിയെ 2 പേർക്കുള്ളേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിലാണ് അജീഷ്. ഓക്കെയാണ്, ജീവിതം മാറി മതി. അജീഷ് ഒന്ന് അമല് അവരുടെ ബാംഗ്ലൂരൊക്കെ ഉള്ളത്. കാരണം ഇവരെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവും നമ്മുടെ കാര്യങ്ങളെല്ലാം. ഞാൻ ഇറങ്ങും, എനിക്ക് പേടിയാവുന്നു. അതില്ല. ഇപ്പൊ സാധനം ഒന്നും കൊടുത്തു വിടുന്നില്ല. സാധനം നമുക്ക് അവിടെ എത്തിക്കാം, ബാംഗ്ലൂർ എത്തിച്ചാൽ പോരെ. പെണ്ണുങ്ങളൊന്നും കൊണ്ടുപോകും. അവന് സമ്മതമാണല്ലോ. അവൻ ആദ്യം ഷോ കാണിച്ചിട്ട് അവനെ അവിടെ ഇരുത്തിയത്. ചേച്ചിയും വീട്ടുകാരെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങളുടെ അല്ലെ പിന്നെ ഇവൻ നിന്റെ പേര് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇവൻ പിന്നെ നിന്റെ പേര് പറഞ്ഞത്. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ജയിലിൽ കിടക്കാന്ന്, കൂട്ടുകാരനോട് ഒരുമിച്ച് കിടക്കാന്ന്. അജീഷ് തമാശ കളിയല്ലേ ഇത്? തമാശ കളിക്കരുത്. അജീഷ് അവിടെ പഠിച്ചു സീരിയസ് ആയിട്ടുള്ള കാര്യം. പറ്റുവാണെങ്കിലല്ല സാറേ ഇവിടോട്ട് പോണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ അച്ഛൻ വീട്ടിൽ വിളിച്ചു പറയുക ഇന്റർവ്യൂ ബാംഗ്ലൂരെ നേരെ അവിടെ ചെല്ലണം, അജീഷ് ഉണ്ടെന്ന് പറയുക. അപ്പൊ നേരെ ബാംഗ്ലൂർ ഇപ്പം പോവാ. ഞാൻ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും സാധനം ഏറ്റിട്ട് വിടത്തില്ല. ഞാൻ പെട്ടുപോയി സത്യം. ഞാൻ വിളിച്ചോട്ടെ? വിളിക്കാൻ അല്ലോടല്ല. ഇവിടെ അജീഷ് പറഞ്ഞ കേട്ടോ, ഇവരോട് പറഞ്ഞ പെട്ടുപോയല്ലോ. ഇതുപോലെ ഗോൾഡൻ ചാൻസ് കിട്ടുന്നു. അതേണക്ക് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ രഞ്ജന്റെ ഞങ്ങൾ വേണമെങ്കിലും വരാം ഈ കാരണം കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ അടുത്ത് വെളിയിൽ പറയാൻ പറ്റത്തില്ല. വെളിയിൽ പറഞ്ഞാൽ പോയി മോനെ വിടത്തില്ല ഞങ്ങള്. അതുപോലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ ആള് വരുന്നതാണോ? ഇപ്പം നിങ്ങൾ സ്പോട്ടി ആള് വരുന്നതാണോ? ഇപ്പൊ ഇവിടെ കവർ ചെയ്യുന്നതാണോ ആള്? ചുമ്മാ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ കവർ ചെയ്യുന്ന ആൾക്കാർ ഇച്ചിരി എനിക്ക് കവർ ചെയ്യുന്നതാണ്. കവർ ചെയ്യിപ്പിക്കും ഞാൻ. എനിക്ക് എന്റെ മൈൻഡ് മറന്നു. സാധനം കയറി പിടിച്ചേട്ടാ. വേറെ മണിക്കൂറല്ലേ സാറിന്റെ ഉണ്ടായിരുന്നു. സാറിന്റെ തന്നല്ലേ? തന്നു. പേടിയാവുന്ന എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നു. പേടിയാവേണ്ട കാര്യം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം. ഗ്രാമം ശരിക്കും അറിയത്തില്ല. എനിക്ക് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല സാറേ. അടിക്കുമോ? എനിക്ക് വേണ്ട അമ്മ, എനിക്ക് പോണം. ഞാൻ പോവണ്ട.
ഞാൻ ഒരു ജോലി ഇതിന്റെയൊക്കെ ഡബിള് സാധനമായി ഇരിക്കുന്നത് ഇതുകൊണ്ട് ഇത് ഡബിള് സാധനമായി ഇരിക്കുന്നത്. ഇത് ഒരെണ്ണം ഈ ഒരെണ്ണം പൊട്ടിച്ച് ഒരു തുള്ളി ഒന്ന് നാക്കിലാക്കിയാൽ മതി, വേറെ ലോകത്താ. ഇതിന് എന്താ വില എന്നറിയില്ല. എന്താ വില എന്നറിയോ? സൈലന്റ് ആവല്ലേ, കാണാൻ പറ്റത്തില്ല. അല്ല ഞാൻ പോവാ, നമുക്ക് തീർപ്പ് കൽപ്പിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ 2-3 ദിവസം കൂടെ അങ്ങോട്ട് തള്ളാം അല്ലേ? എന്തായാലും ഇവര് തന്നെ പോയാൻ പറ്റും. തള്ളിയിട്ട് എവിടെ ഇവിടെ ഇമാരെ വിടാനോ? ഇപ്പൊ ഇവിടെ ആക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ബാംഗ്ലൂർ വിടണം. റൂം എടുക്കാം, കുമാറിലോട്ട് വിടാം. കുമാർ ബാൽസ് എന്ന് പറഞ്ഞ സാധനം തള്ളണം. തലയിട്ട് പിടിച്ച് ആങ്ങിയായിട്ട് പിടിച്ചു കത്തിക്കാൻ തോന്നുന്നു എനിക്ക്. എല്ലാം കൂടെ വണ്ടി ഉൾപ്പെടെ കത്തിക്കാൻ തോന്നുന്നു. അജീഷേ, നീ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും സമയം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വെറുതെ ഇതാക്കൽ പറഞ്ഞേക്കാം. പറഞ്ഞ ഈ കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും കേട്ടോ. ഞങ്ങളെ ആപ്പ് ഇപ്പൊ ആൾക്കാരല്ല, അതിനു വേണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ. ബാറി പോണോ? ബാറി പോണോ? അജീഷ് ബാറി പോണോ? ഫോൺ ഇനി ഇവിടെ വെല്ലടിച്ച അടിച്ച് പൊട്ടിക്കും ഞാൻ. എന്റെ കുണം അറിയാലോ, എന്റെ കുണം അറിയാലോ. അടിച്ച് ഞാൻ പൊട്ടിക്കും. എന്റെ ഏരി നടന്ന് അടിക്കുന്നുണ്ടോ? അടിക്കാൻ പൊട്ടിക്കും. അടിപ്പിക്കരുത് ഫോൺ. പോലീസിനെ വിളിക്കാനോ നീ പറയുന്നേ? പോലീസിനെ വിളിക്കാനോ? ഞങ്ങളെ പിടിച്ച് അകത്താക്കാനോ? ഞങ്ങളെ പിടിച്ച് അകത്താക്കാനോ? ആളെടുത്ത് അടിക്കും ഞാൻ. ആ ഒരു പേരോടെ മിണ്ടരുത്. ഞങ്ങളെ പിടിച്ച് അകത്താക്കാനാണോ? പേരോടെ മിണ്ടരുത്. പിന്നെ പോലീസ് കടയിൽ പോണം. കടയിലല്ല വിടുന്നത്. പോലീസിനെ വിളിക്കാം. അന്നേരം പറഞ്ഞ അജീഷെ തോന്നിയ മാസം കാണിച്ച് അടിച്ച് ചെവുകല ഒട്ടിക്കുന്നു ഞാൻ പറഞ്ഞ അവന്റെ അടുത്ത്. ഇങ്ങനെയുള്ള തൊലിഞ്ഞ പരിപാടി കാണിക്കല്ലെന്ന് പറഞ്ഞ. ഇങ്ങനെയുള്ള തൊലിഞ്ഞ പരിപാടി കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അജീഷ് ഓക്കെ പറഞ്ഞതിന്റെ പേര് അവൻ ഓക്കെ അടിക്കും, നീയും കൂടെ വരും പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും സമയം എറണാകുളത്ത് പോകണ്ട. നിങ്ങളെ പിടിച്ചിവിടെ നിർത്തി ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് സൈൻ ഇട്ട് തന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റോടാ? വണ്ടി ഇവിടെ വരുത്തിക്കും. വണ്ടി വരുത്തിച്ചിട്ട് കാറിനകത്ത് വെച്ചിട്ട് നിന്നെ കത്തിക്കുന്നതാണോ? നിന്നെയൊക്കെ ഒന്നുമില്ല. അവന്റെ എഴുതി ഒപ്പിട്ട് അടിക്കും. ഫോൺ 100 ഫോൺ മേടിച്ചു തരും. ഞാൻ ഇടത്തില്ല, എനിക്ക് വയ്യ. ഒപ്പിടെന്താ മടിക്കുന്നേ? അജീഷ് ആദ്യം ഇവിടെ ഒപ്പിട്, കാണുന്ന രീതി. അജീഷ് ഇവിടെ ഇട്ട് എനിക്ക് വയ്യ. ഒപ്പിട്ടേ പറ്റത്തുള്ളൂ. കത്തിക്കൂന്ന് പറഞ്ഞാൽ ഞാൻ കത്തിച്ചിരിക്കും. എന്റെ കുണം അറിയത്തില്ല. ഒപ്പിട്. അവൻ വിളിച്ചോണ്ട് വന്ന് ഓക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. കള്ളൊപ്പൊന്നും ഇടരുത്. സ്കാൻ ചെയ്യും ഞങ്ങള്. ആധാർ കാർഡ് വെച്ച് സ്കാൻ ചെയ്ത് പിടിക്കും. സ്കാൻ ചെയ്യിപ്പിക്കാം. ക്യാപ്പ് എന്ത് ഞാൻ പോവാ. ബാലി പോയിട്ട് നമ്മ പിരിയാ സേഫ് ആയിട്ട്. ഞാൻ ഒപ്പിട്ട് വന്നിട്ട് എങ്ങനെ പോകാൻ പറ്റും? ഒപ്പിട്ട് വന്നിട്ട് എങ്ങനെ പോകാൻ പറ്റും? നീ എന്തോ കാണിക്കുന്ന? നീ ഞങ്ങളെ പിടിപ്പിക്കാനുള്ളവരാണോ? നീ ഇറങ്ങി 4 പേരോട് പറഞ്ഞാലോ? ഒന്ന് പൊങ്ങാൻ. നീ കൈമാറ്റി. നീ എന്തോ ബലം പിടിക്കാന്ന് ഞങ്ങളെടുത്ത്. നീ എന്തോ ബലം പിടിക്കുന്നേ? നീ എന്തോടാ ബലം പിടിക്കുന്നേ? നീ എന്തോ ബലം പിടിക്കുന്നേ? നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് 4 പേരോട് പറഞ്ഞ് ഞങ്ങളെ പിടിപ്പിക്കാനുള്ള പരിപാടി. നാളെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം. നാളെ തീരുമാനമില്ല, ഇന്ന് ഒപ്പിട്ടതാ. എന്തിനാ ഒപ്പിട്ടെന്നറിയോ? ബാംഗ്ലൂർ. നീ എന്തോടാ കാണിക്കുന്നേ? നീ ഞങ്ങളെ പിടിപ്പിക്കാനുള്ള പരിപാടിയാണോ? ഇല്ല. ബാംഗ്ലൂരാണ് ഇപ്പൊ ഒപ്പിട്ട് സൈൻ ചെയ്തേ. ഞങ്ങൾ ഇനി ആരോട് ഉത്തരം പറയണം? നീ എന്താ പരിപാടിയാ കാണിക്കുന്നത്? നീ ഒപ്പിട്ട് സൈൻ ചെയ്തിട്ട് ഞങ്ങളെ കള്ളക്കാശി കൊടുക്കാനുള്ള പരിപാടിയാണോ? നീ വൈകുന്നേരം ബാംഗ്ലൂർ പോവാൻ തയ്യാറാണോ ഇല്ലയോ? അജീഷ് തയ്യാറാണോ? ആണല്ലോ.
ആണല്ലോ, മാറ്റമില്ലല്ലോ. മാറ്റി കഴിഞ്ഞാൽ ഒന്നാളെ തന്നെ. നീ തയ്യാറാണോ? നീ തയ്യാറാണോ? ഇല്ല. ഇപ്പൊ നിന്റെ പ്ലാൻ എന്തോ നേരം? പിന്നെ നീ എന്തിനാ ഒപ്പിട്ടത്? നീ എവിടെ പോന്ന്? നീ എന്തിനാ ഒപ്പിട്ടെന്തിനാ? നീ എനിക്ക് ജോലി മതി. നിനക്ക് ജോലി ചെയ്ത്, നിനക്ക് ഫുൾ ടൈം ജോലി ചെയ്ത് നീ ഇപ്പൊ കയറ്റി വിട്ടാ നീ തിരിച്ചു വരുമ്പോ സാധനം കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. നിനക്ക് 50,000 ശമ്പളമുള്ള ഓഫീസ് ജോലിയാ ചെരുപ്പ് കമ്പനിയില്. അവര് പറയുമ്പോ നിരോധ കമ്പനിയിലൂടെ ഒന്ന് പോണം. എന്തോ വേണം? ഒപ്പിട്ടിട്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പരിപാടിയാണ്. പൊടി കൊടു. എന്ത് സാറേ പൊടി? അജീഷേ, ഇത് ഒരെണ്ണം അടിക്കുക, അടിച്ചിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോകും. സാറേ എനിക്ക് വേണ്ട സാറേ. എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല, നാക്ക് വെച്ച് നോക്കിയാലും മതി. പിടിക്കാൻ പറ്റിയാലും മതി. സാറേ എനിക്ക് വേണ്ട. ഇത് അടിക്കുക. ഇത്രയും ഇതായിരുന്നോ? തുപ്പരുത്, കാശ് മുടക്കുള്ള അടിച്ച് പണ്ടായിട്ട് ഞാൻ കുപ്പിയാ. ലക്ഷക്കണക്കിന് രൂപ സാമാനം വരെയുള്ള സാമാനം. കണ്ണു ചോമക്കുന്നുണ്ടോ? ആരെ വളർത്തിയ? നീയാണോ വളർത്തിയവനെ? നീയാണോടാ വളർത്തിയ? അണ്ണന്റെ ഇതിനെ എന്നെ വിട്ടത് തന്നെ. അവൻ ഇതിനപ്പുറം വന്നപ്പോ അടിച്ചല്ലോ അവൻ. അവൻ വന്നപ്പോ അവന്റെ കാര്യം പറഞ്ഞപ്പോ അടിച്ചല്ലോ അവൻ. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആവും, ആവശ്യത്തിന് പൈസ ഇട്ട് പെരുമാറാൻ പറ്റും, സുഖമായിട്ട് ജീവിക്കാനുള്ള സൂപ്പർ പെണ്ണിനെയും കണ്ടു. സാറേ പൈസ സാറേ പൈസ നിങ്ങൾ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അക്കൗണ്ട് ഈ സാധനം കൈമാറുമ്പോൾ അക്കൗണ്ടിൽ വന്നിട്ട് 100%. നീ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. നിനക്ക് കടങ്ങളുണ്ടോ? കടങ്ങളില്ലയോ? ഒരുപാട് കടങ്ങളില്ലേ? എന്നോട് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞല്ലേ? ഒരു കാര്യം ഞാൻ ഒറ്റ സെറ്റിൽമെന്റ് വെക്കാം. ഇന്ന് കുമാർ പാലസി റൂം എടുത്ത് 2 പേർക്കും. പക്ഷെ അവിടെ ഞങ്ങളുടെ ബോഡി ഗാർഡ്സ് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും, വെളി ഇറങ്ങാൻ പറ്റത്തില്ല. മരുന്നിന് മരുന്ന്, പെണ്ണിന് പെണ്ണ് അവിടെ റെഡിയാക്കി തരും. അവിടെ നിൽക്കണം. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ആ സ്പോട്ടിൽ എത്തിക്കും. ഇപ്പൊ വിളിച്ച് റെഡിയാക്കി തരും. സാറേ എനിക്ക് 10 ലക്ഷം രൂപ വേണം. ഇന്ന് 10 ലക്ഷം രൂപ വേണം അല്ലേ? പക്ഷെ നിന്നെ വീട്ടിൽ വിടത്തില്ല. പറ്റുമോ? ഇപ്പൊ ഈ സ്പോട്ടിൽ 10 ലക്ഷം രൂപ അക്കൗണ്ട് നമ്പർ എടുക്കും, ട്രാൻസ്ഫർ ചെയ്ത് തരും. പക്ഷെ നിനക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കണ്ടോ കണ്ണി പോകുന്നുണ്ടോ? കണ്ണ് കാണീര്, കണ്ണ് കാണീര്, കണ്ണ് കാണീര്. കണ്ണിയുടെ സാധനം വെച്ചോണ്ട് സാറേ, കണ്ണിലിടുന്ന ബ്രൗൺ, കണ്ണിൽ ഒഴിക്കുന്ന മറ്റേ നീ ഫോൺ എടുക്കത്തില്ലല്ലോ. നീ വിളിച്ചു പറയോ? വിളിച്ചെങ്കിൽ ഫോൺ എടുത്ത് മാറ്റി. നീ എന്താ വിളിച്ചു പറയോ? ചേച്ചി വിളിച്ചു പറയോ? നീ വിളിച്ചു പറയോ? ഈ ഫോണേ അവന് വേറെ ഫോൺ കൊടുത്താൽ ഇതും കുട്ടിക്ക്. നീ ആള് കൊള്ളാം. എടാ ഇവൻ കൊള്ളാം, ഇവനെ ഇവിടെ ഒക്കത്തില്ലല്ലേ? ഇവൻ പറയല്ലേ? ഇത് പൊട്ടിക്കില്ല. ഇവൻ എവിടെ പറയാനാ? അത് എന്റെ ചില്ല് പൊട്ടി എനിക്ക് വരുന്നേട്ടോ. സാറേ 10-27,000 രൂപയുടെ ഫോണാ സാറേ. 27 നിനക്ക് 50 ഐഫോൺ വേണം. ഞങ്ങൾ പിടിച്ചത് വേണോ? കടത്തുവോ? ഓക്കെ ആണോ? നിന്നെ വീട്ടിൽ വിടത്തില്ല. വീട്ടിൽ നിന്ന് പോണം. പോയിട്ട് ആ പരിപാടി മോനെ, അത് എന്താ നിന്റെ തലപ്പേരെന്തോ? ബെഞ്ചേമ്പുകാരടുത്ത് പറഞ്ഞാൽ മതി. ഞങ്ങളെ അഴിച്ചു പറക്കി ബാംഗ്ലൂരും ഡൽഹിയും കടന്ന് അമ്മാന അവിടുന്ന് ഞങ്ങളടുത്ത് പറയണ്ടെന്ന് നീ വീട്ടിൽ പോകണമെന്ന്. അത്രേ ഉള്ളൂ. കളിച്ചാ കളി നമ്മൾ പഠിപ്പിക്കും. ഐഫോൺ വേണേ ഐഫോൺ മേടിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ഫോൺ തരും, ഇന്ന് ഈ സ്പോട്ടിൽ തരും. നിനക്ക് 50 ലക്ഷം രൂപ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ വിളിച്ച് ഇത് ചെയ്ത്. നമുക്ക് വിശ്വാസമായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? 2 പേരും പോയാലേ നിന്റെ പൈസയും കൂടെ തരത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ കൈ വെട്ടും. ഈ സത്യം ഇടുന്ന കൈ വെട്ടും. ഇവനെ വിശ്വസിക്കാക്കത്തില്ല. ഇപ്പൊ ആദ്യം പറഞ്ഞ ഉറപ്പാണ്, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. തട്ടിയാലോ ഇവനെ? നിനക്ക് അടിക്കണേ അവനെ അടി. അവനൊരു അടി കൊടുത്താൽ നിന്നെ ഇറക്കി വിടാൻ വിടുന്നു. അവനൊരു അടി കൊടുത്താൽ നിന്നെ കൊടുക്കാം. അടി കൊടുക്കി അടി. അണ്ണാ ഞാൻ പോവണ്ണ, എന്നെ വിട്ടേ പറ്റൂ. കൊണ്ടുവന്ന വേറെ ഈ പൊടിയായിട്ട് നീ കൊണ്ടുപോണ്ട. പാറ്റാ ഗുളിയെ കണക്ക് സെറ്റ് ചെയ്താ വിടുന്നത്. കാരണം നീ ചെല്ലുന്നിടത്ത് പാറ്റയുടെ ശല്യമുണ്ട്. പാറ്റാ ഗുളിയായിട്ടാ നീ ഈ സാധനം അവിടെ വിടുന്നത്. ഹാർപ്പിക്കിന്റെ പരസ്യം കണക്ക് പൊടി ചെയ്ത് കൊടുക്കണം. നീ പൊടി അടിക്കണം. പൊടി ചാലാടി. നീ പൊടി അടി. പൊടി അടിച്ചാൽ നിന്റെ മൈൻഡ് മാറും. നിനക്ക് നല്ല ഊർജ്ജം കിട്ടും. അജീഷിന്റെ മൈൻഡ് മാറ്റി. ടെൻഷൻ ഉണ്ടോ നിനക്ക്? സത്യസന്ധമായിട്ട് സംസാരിക്കണം. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല.
ഇവനെ കൊണ്ടേ പറ്റും. ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ടെൻഷൻ ഉള്ളവനെ പാടാം, നമുക്കറിയാമല്ലോ. ടെൻഷൻ ഉള്ളവനെ പിടിക്കപ്പെടും. ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പിടിക്കും? ടെൻഷനും ഇല്ല, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. നാളെ വെള്ളമൊന്നും അടിക്കത്തില്ല, അടിയാത്തവനാ. നമുക്ക് ബാറിൽ പോയി അടിച്ചാലോ? അജീഷ്, നീ വെള്ളം അടിച്ചിട്ടില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വന്നേ, നിന്റെ കഴിഞ്ഞിട്ട് വന്നിട്ട് സാറേ ഇത് രക്ഷപ്പെടുന്നു. രക്ഷപ്പെടുന്നുണ്ട്. ബലം പിടിച്ച ബലം പിടിച്ച ബലം പിടിച്ച. നീ ആൽക്കഹോൾ അടിച്ചിട്ടില്ല? ഒന്നും അടിച്ചിട്ടില്ല. സിഗരറ്റ് ഇല്ല, ഒന്നും നീ ചെയ്തിട്ടില്ല. പക്ഷെ ഇവന്റെ ആൽക്കഹോളിന്റെ ഇതുണ്ട്, അംശമുണ്ട്. നമുക്ക് പോയി രക്ഷപ്പെടാമല്ലേ? അല്ല ഞാൻ വരുന്നില്ല, ഞാൻ പോവാ വീട്ടിൽ. അടിച്ചിട്ട് പോവാം, എല്ലാം സമ്മതിച്ചില്ലേ? അല്ല ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവിടാം. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വൈകിട്ട് വന്ന് എടുക്കാം അല്ലേ? തീരുമാനം പറ. കൊണ്ടുപോവാം. അപ്പൊ ഓക്കെ, കുമാറിലോട്ട് പോട്ടെ. അല്ല എനിക്ക് വീട്ടിൽ പോകണല്ലോ. വീട്ടിൽ എന്തിനാ പോകുന്നത്? കാര്യം പറ. വീട്ടിൽ പോകേണ്ട കാര്യം പറ. ഫോട്ടോ നീ നിനക്ക് താല്പര്യമുണ്ടോ ഇത് പോകാൻ? കൊണ്ടുപോവാം. പിന്നെ ഓക്കെ ആണല്ലോ, പക്കയാണല്ലോ. അതല്ല നീ പിടിക്കപ്പെടും. നീ ഇപ്പൊ നീ ഇവിടെ കാണിക്കുന്ന ഷോ കാണിച്ചിട്ട് നീ പോവാന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടുകാരെ കൊണ്ട് കാണുമ്പോ അവിടോട്ട് ഓടി ചെന്നിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫുള്ള് കത്തിക്കും. വീടോടെ കത്തിക്കും. ഫൈസൽ എന്ന് പറഞ്ഞവൻ പറയുക വീടോടെ കത്തിക്കും. ഉറപ്പായിട്ട് കത്തിക്കും. വീടോടെ കത്തിക്കും. കാരണം ഞങ്ങൾ വീടോടെ ഇവിടെ കത്തിച്ചിട്ട്, ഞങ്ങളല്ല ഞങ്ങളുടെ ടീം വീടോടെ കത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇവിടുന്ന് കയറാം. ഹോങ്കോങ്ങിൽ പോവും ഞങ്ങള്. ഓൺ ദ സ്പോട്ട് എവിടെ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. ഹിന്ദി അറിയാമോ? ഹിന്ദി, ഇംഗ്ലീഷ് അറിയാവോ? ഇപ്പൊ എന്ത് തീരുമാനം എന്തോ? അല്ലാതെ സമ്മതിക്കത്തില്ലെങ്കിൽ ഇവിടെ വെച്ച് സമ്മതിക്കത്തില്ലെന്ന് പറയണം. സമ്മതിക്കുവാണെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് സീൻ ഉണ്ടാക്കാനെ കത്തിക്കും. ഉറപ്പായിട്ട് കത്തിക്കും. സീനാ മോനെ. പുനലൂര്, നീ ഇതിനു മുമ്പ് പൊല്ലൂര് വന്നിട്ടുണ്ടോ? പൊല്ലൂരെ കുറിച്ചൊക്കെ അറിയാവോ? വീട് ഉൾപ്പെടെ കത്തിക്കും. അറിയത്തില്ല പൈസ. ഒരു കാര്യം സാർ, പൊടി കൊടുത്തിട്ട് അടിക്കാൻ സാർ ഇവിടെ പോട്ടെ. ഒറ്റ കാര്യം പറയുക, കുമാറിൽ പോയിട്ട് കുമാറിൽ അവരെ വിളിച്ചു കൊടുത്തട്ടെ പൈസ കൊണ്ടിന്ന്. ശ്രീജിത്തെ, ആ ഷമീറിനത്തെ ടീമിനകത്ത് കുമാറിലോട്ട് വരാൻ പറയൂ. ആ കുമാറിലെ ബാക്ക് സൈഡ് വന്നാൽ ഞങ്ങൾ ബാക്ക് സൈഡിൽ വരാം. രണ്ട് പിന്നെ ഇത് പുള്ളിയുണ്ട്. ലേറ്റാ. എവിടാ? സ്റ്റേഷനില്ല. ഇറങ്ങും. ഇപ്പൊ കുമാറിന്റെ ബാക്കി വരണം. അതേണക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ട എന്തോന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്തുതരാം പൈസ. ഇന്ന് മൊത്തം അവിടെ നിൽക്കും. ഇന്ന് നാളെ മൊത്തം അവിടെ നിൽക്കണം കുമാറിൽ. അതേണക്ക് തന്നെ 2 പേരുണ്ട്. ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഫുള്ള് എത്തിക്കണം. പെട്ടെന്നായിരിക്കണേ. നിങ്ങൾ എത്തിയിട്ട് ഞങ്ങൾ എത്തത്തില്ല, അല്ലാതെ എത്താൻ പറ്റത്തില്ല. കുമാർ പാലസി കുഴപ്പമില്ല, അവരുടെ റിലേറ്റീവ് കീർത്തി കാർത്തികേയൻ. അപ്പോൾ അവരെ വിളിച്ചു പറഞ്ഞോളാം. ശരി. നിങ്ങൾക്ക് വേണ്ട സുഖ സൗകര്യങ്ങളെല്ലാം എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെയൊന്നും അല്ല. അപ്പം ചെയ്യത്തില്ല. ഇവരുടെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ അശ്വിനി എന്ന് വിളിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. അശ്വിനി, എന്താ? ഒരു ബ്ലഡ്, ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. മറ്റേ അശ്വിനി രാജ ആയാലും മതി. അശ്വിനി രാജ് മറ്റേ വിഷ്ണുവിന്റെ വൈഫില്ലേ, ദുബായി പോയോ? ഓക്കെ. ആ അല്ലേ പിന്നെ വേറെ ആരുണ്ട്? ആരെങ്കിലും സെറ്റ് ചെയ്ത് വിടാൻ പറ. മെഡിക്കൽ എടുക്കാം പെട്ടെന്നാണ്. എന്തോ ചെയ്യണം? അവന്മാര് ബാക്കി വരും. കുന്നിക്കോടത്ത് റിയാസ് ഉണ്ട്. ഇവൻ വേറെ ആരണ്ട് കുന്നിക്കോട് റിയാസിനെ വിളിച്ചു വരുത്തേ. അമല ആരാന്റെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. വേറെ ആരാണ്ട് അതല്ല, കുന്നിക്കോട് റിയാസിനെ വിളിച്ചു വരുത്തി ഇവന്മാരായിരുന്നു ഡീൽ ചെയ്യും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മിനറൽ വാട്ടർ ആയാലും മിനറൽ വാട്ടർ കൊടുത്ത് റെഡിയാക്കും. വീട്ടിൽ നമ്പർ അറിയാം. ആ ഫോണിന്റെ അവസ്ഥ ഫോണിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടെന്നോ, വിളിക്കാൻ പറ്റുമോ? വീട്ടിലെ നമ്പർ അറിയോ? എന്നാ അച്ഛനൊക്കെ അറിഞ്ഞ പ്രശ്നമാണ്. നീ അറിയില്ല പോന്നെ. വീട്ടിൽ നമ്പർ കാണാൻ അറിയാമെങ്കിൽ പറ. ഇല്ല അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നമ്പർ എവിടെ? വീട്ടിലെ നമ്പർ എന്റെ ഫോൺ പകുതിയല്ലേ പോയുള്ളൂ. നീ എറേ സ്വന്തം വീട്ടിൽ ഒരാളെ പോലും നമ്പർ കാണാൻ അറിയത്തില്ലേ? ഇപ്പോഴത്തെ പിള്ളേർ വിട്ടു കളഞ്ഞാലോ? കൊന്നേക്കണം അങ്ങനൊക്കെ വെച്ചോണ്ടിരിക്കരുത്. ഇവൻ പുറത്താണ് പോയി പറയാന്ന് എന്റെ പേടി. ഇല്ല അമ്മ അച്ഛയാണ്
വിടത്തില്ല ഞങ്ങള് കേട്ടോ. കഴുത്തേൽ ഇങ്ങനെ പിടിക്കും, പിടിച്ചേ ഇങ്ങനെ അങ്ങ് മുറുക്കും കേട്ടോ. എന്താ നീ ചെറിയുന്നുണ്ട്, ചെറിയുന്നുണ്ടടാ, നീ ചെറിയുന്നുണ്ട്. നീ എന്താ ചെറിയുന്നുണ്ടാ? ദേഹത്തോട്ട് എന്ത് ചെയ്യൂടാ? നീ എന്താ നീ ദേഹത്തോട്ട് എന്ത് ചെയ്യും? ദേഹത്തോട്ട് എന്താ ചെയ്യൂടാ? ദേഹത്തോട്ട് നീ എന്താ ചെയ്യണമെന്ന് കാണണല്ലോ. എന്താ ചെയ്യണം? വണ്ടി ഓഫ് ചെയ്യും. ദേഹത്തോട്ട് എന്താ ചെയ്യുന്നേ? ദേഹത്തോട്ട് എന്തോടെ ചെയ്യുന്ന നീ? ഒന്നും ചെയ്തില്ല. നീ ഇപ്പൊ ചെറിയെന്തോ നീ ഞങ്ങളുടെ അവിടെ പോട്ടെ, പായസം കൊള്ളി പോട്ടെ. നീ എന്തോ ചെയ്യുന്നേ? അജീഷേ, നിന്റെ കാര്യം നോക്കാം. നിന്നെ പെടുത്തും എന്ന് പറഞ്ഞാൽ നിന്നെ നല്ല രീതിയിൽ നിന്നെ പെടുത്തും. ബാക്കിൽ ബൈക്കാണുണ്ടോ? ഇതായിരുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ബൈക്കാണുണ്ടോ? നിന്നെ പെടുത്തും. ഞാൻ പോവാണ് എന്നെ ബസ് സ്റ്റാൻഡ്. നീ എന്തിനാ ചെറ നിർത്താൻ വേണ്ടി എടുത്തു? നീ എന്തിനാ ചെറഞ്ഞേ? പൊടി വെച്ചെടുത്ത് അമ്മാക്കിലെടുത്ത് ആ പൊടി എടുത്ത് പ്രശ്നം ചേച്ചി ഞാൻ വിളിച്ചോളാം. എവിടെ പൊടി? പെടുത്ത ഈ ഒറ്റ വഴിയുള്ളൂ. പൊടി സാറില്ല. നീ വിളിച്ചു പറയും. ഇവനെ വിട്ടാ ഇപ്പൊ വിളിച്ചു പറയും. കൊടു സാറേ അവനെ. പൊടി ഇവൻ കഴിക്കാതെ കഴിക്കടാ. പൊടി കഴിക്കടാ. ഗ്ലൂക്കോസിന്റെ അതേ ടേസ്റ്റ്. കഴിക്കടാ നീ. ഇത് ഗ്ലൂക്കോസ് ഇല്ലേ? ആ ഗ്ലൂക്കോസ് പൊടിയാ. ഇതാ സാധനം കയറ്റി വിടണമെന്ന് പറഞ്ഞു. പറ്റുമോ? ഞങ്ങളെ രാവിലെ ഇവിടെ കൊല്ലൂര് വന്നപ്പോഴത്തേന് അജീഷിനെ പ്രാങ്ക് ചെയ്യാൻ വന്നേ ഞങ്ങള് കേട്ടോ. അജീഷിന്റെ പ്രാങ്ക് പൊളിഞ്ഞപ്പോഴത്തേന് അജീഷിന്റെ പ്രാങ്ക് പൊളിഞ്ഞപ്പം പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് അവനെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവനെ നിന്നെ പ്രാങ്ക് ചെയ്തപ്പം തുറക്കണ്ട, തുറന്നോട്ടെ. ശ്വാസം വിട്ടു. അപ്പൊ നമ്മള് നാടകീയമായിട്ട് വിമലിനെ അമലിനെ പറ്റിച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു അമലെ? പേടിച്ചോ? നല്ല പേടിച്ചു. ഞാനേ ഗ്ലൂക്കോസ് നിന്റെ ചെറിയ മോണം മുറിഞ്ഞു അതൊക്കെ തന്നെ. നിനക്ക് എന്തോ തോന്നി? അടിപൊളിയായിരുന്നു. തോന്നി രക്ഷപ്പെടണമെന്ന് തോന്നിയോ? അതാ അജീഷ് ഇങ്ങനൊക്കെ ചെയ്യുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ അതില്ലേ അജീഷ്. അപ്പൊ അതേ തന്നെ ഇവര് ഒരുപാട് ജോലി തേടി നടക്കും. ആരെങ്കിലൊക്കെ ജോലി റെഡിയാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? നീ എന്തോ പാസ്സായിട്ട് നിൽക്കുന്നത്? ബികോം പാസ്സായിട്ട് വേറെ എന്തെങ്കിലും പിന്നെ കമ്പ്യൂട്ടറായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓഫീസ് ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. അപ്പൊ എന്തോ ഇഷ്ടം ജോലി ചെയ്യാൻ? ഓഫീസ് വർക്ക് ആയാലും കുഴപ്പമില്ല. അങ്ങനെ അജീഷും വിമലും കൂടെ അങ്ങനെ ജോലി തേടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആ ജോലി വെച്ചിട്ടാണ് നമ്മൾ പറ്റിച്ചത്. രണ്ടുപേരെയും പറ്റിച്ച്. അജീഷിന്റെ ഫ്ലോപ്പ് ആയി പോയി. അങ്ങനെ അജീഷ് പറഞ്ഞിട്ടാണ് ഇവരെ പറ്റിച്ചത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അല്ല ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്നുമില്ല. അവനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല, അവനെ ചീത്ത വിളിക്കൂല്ലേ? എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടണം, ഉടനെ കിട്ടട്ടെ നിങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ടാറ്റ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.